ക്വസ്റ്റ്യൻ 1. മഹാത്മാഗാന്ധിയുടെ യഥാർത്ഥ പേരെന്താണ്? ആൻസർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ ജനനത്തീയതി ഏത്? ആൻസർ 1869 ഒക്ടോബർ 2. 3. ഗാന്ധിജി ജനിച്ചത് എവിടെ? ആൻസർ പോർബന്ദർ, ഗുജറാത്ത്. 4. ഗാന്ധിജിയുടെ പിതാവിന്റെ പേര്? ആൻസർ കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ മാതാവിന്റെ പേര്? ഉത്തരം പുത്ലിബായി. 6. ഗാന്ധിജിയുടെ ഭാര്യ ആരായിരുന്നു? ഉത്തരം കസ്തൂർബ ഗാന്ധി. 8. ഗാന്ധിജിയുടെ നിയമപഠനം നടന്നത് എവിടെ? ഉത്തരം ലണ്ടൻ ഇന്നർ ടെമ്പിൾ. ഗാന്ധിജി ആദ്യമായി പോയ വിദേശ രാജ്യം ഏത്? ഉത്തരം ഇംഗ്ലണ്ട്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര വർഷം പ്രവർത്തിച്ചു? ഉത്തരം 21 വർഷം. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച പ്രസ്ഥാനം ഏത്? ഉത്തരം സത്യാഗ്രഹം. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏത്? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യയിൽ ഗാന്ധിജി ആരംഭിച്ച ആദ്യ പത്രം ഏത്? ഉത്തരം ഹിന്ദു സ്വരാജ്. ഗാന്ധിജി എഴുതിയ ആത്മകഥയുടെ പേര്? ഉത്തരം ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയെ ബാപ്പു എന്ന് വിളിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ഭാരതത്തിലേക്ക് തിരിച്ചു വന്ന വർഷം? ഉത്തരം 1915. ഗാന്ധിജി നേതൃത്വത്തിൽ നടന്ന ആദ്യ പ്രസ്ഥാനം ഇന്ത്യയിൽ ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഗാന്ധിജിയുടെ കൂട്ടായി പ്രവർത്തിച്ചത് ആര്? ഉത്തരം അലി സഹോദരങ്ങൾ. അലി സഹോദരങ്ങൾ എന്ന് പറയുന്നത് 2 സഹോദരന്മാരെയാണ്. ഒന്ന് മൗലാന ഷൗക്കത്ത് അലി, 2 മൗലാന മുഹമ്മദ് അലി. ഇവർ ചേർന്നാണ് ഖിലാഫത്ത് പ്രസ്ഥാനം നയിച്ചത്. പിന്നെ ഗാന്ധിജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അസഹകരണ പ്രസ്ഥാനം നടന്ന വർഷം? ആൻസർ 1920. ദണ്ഡിയ മാർച്ച് നടന്നത് ഏത് വർഷം? ഉത്തരം 1930. ദണ്ഡിയ യാത്രയുടെ പ്രധാന ലക്ഷ്യം എന്ത്? ആൻസർ ഉപ്പ് നിയമലംഘനം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടന്നത് ഏതു വർഷം? ഉത്തരം 1942. ഗാന്ധിജി ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം വിളിച്ചത് ഏത് പ്രസ്ഥാനത്തിൽ? ഉത്തരം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഗാന്ധിജിയുടെ ജന്മദിനം ലോകമെമ്പാടും ഏത് ദിനമായി ആചരിക്കുന്നു? ഉത്തരം ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ്. ഗാന്ധിജിയുടെ ചിത്രം ഇന്ത്യൻ നാണയത്തിൽ വന്നത് ഏതു വർഷം? 1996. ഗാന്ധിജിയുടെ സ്വകാര്യ സെക്രട്ടറി ആര്? ഉത്തരം മഹാദേവ ദേശായി. ഗാന്ധിജിയെ ആരാണ് വധിച്ചത്? ഉത്തരം നാഥൂറാം ഗോഡ്സെ. ഗാന്ധിജി കൊല്ലപ്പെട്ട സ്ഥലം ഏത്? ഉത്തരം ബിർള ഹൗസ്, ഡൽഹി. ഗാന്ധിജിയുടെ മരണതീയതി ഏത്? ഉത്തരം 1948 ജനുവരി 30. ഗാന്ധിജിയുടെ വധത്തിന് മുമ്പ് അദ്ദേഹം ഉച്ചരിച്ച വാക്ക്? ഹേ രാം. ഗാന്ധിജിയുടെ ജനനസ്ഥലം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഗുജറാത്ത്. ഗാന്ധിജി യങ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ഏത് വർഷം? ഉത്തരം 1919. ഹരിജൻ പത്രം ഗാന്ധിജി ആരംഭിച്ചത് ഏത് വർഷം? ഉത്തരം 1933. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഇന്ത്യയിൽ നടന്നത് എവിടെ? ഉത്തരം ചമ്പാരൻ, ബീഹാർ. ഗാന്ധിജി സർവോദയ ആശ്രയം എടുത്തത് ആരിൽ നിന്നാണ്? ഉത്തരം ജോൺ റസ്കിൻ. ഗാന്ധിജി വാദ ആശ്രമം ആരംഭിച്ചത് എവിടെ? ഉത്തരം സേവഗ്രാം, മഹാരാഷ്ട്ര. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനായി സ്ഥാപിച്ച സംഘടന ഏത്? ഉത്തരം സബ്രമതി ആശ്രമം.
ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയത് ആര്? ഉത്തരം ലൂയിസ് ഫിഷർ. ഗാന്ധിജിയെ ഫാദർ ഓഫ് ദ നേഷൻ എന്ന് വിളിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി മരിക്കുമ്പോൾ പ്രായം എത്ര? ഉത്തരം 78 വയസ്സ്. ഗാന്ധിജി ഏത് മതത്തിലാണ് ജനിച്ചത്? ഉത്തരം ഹിന്ദു വൈഷ്ണവ. ഗാന്ധിജിയുടെ അമ്മ ഏത് ദേവിയെ ഭക്തിപൂർവം ആരാധിച്ചിരുന്നത്? ഉത്തരം വിഷ്ണു ദേവി. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ സ്ഥാപിച്ച ആശ്രമം ഏത്? ഉത്തരം ടോൾസ്റ്റോയി ഫാം. ഗാന്ധിജിയെ നോബൽ പ്രൈസിന് എത്ര പ്രാവശ്യം നാമനിർദ്ദേശം ചെയ്തു? ഉത്തരം 5 പ്രാവശ്യം. ഗാന്ധിജി ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയ മുഖ്യ ആയുധം ഏത്? ഉത്തരം അഹിംസയും സത്യാഗ്രഹവും. ഗാന്ധിജിയെ കുറിച്ച് ജനറേഷൻസ് ടു കം വിൽ സ്കാർസ് ബിലീവ് ദാറ്റ് സച്ച് എ മാൻ വാക്ക്ഡ് ഓൺ എർത്ത് എന്ന് പറഞ്ഞത് ആര്? ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ മുദ്രാവാക്യം ഏത്? ഉത്തരം സത്യവും അഹിംസയും. ഗാന്ധിജി ആദ്യമായി ജയിലിൽ പോയത് ഏത് രാജ്യത്താണ്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്.